അശ്വിനി, കോടനാട് ആനയെ എത്തിക്കാൻ ആനക്കൂട് ബലപ്പെടുത്തുന്ന നടപടികളടക്കം പൂർത്തിയായതാണല്ലോ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷം, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആനയെ പിടികൂടി കോടനാട്ടിൽ എത്തിച്ചാൽ പാർപ്പിക്കാനുള്ള കൂട്. അത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ 80ഓളം തൊഴിലാളികളാണ് ഈ കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന 1.5 വർഷം മുമ്പ് പണിത ഒരു കൂടായിരുന്നു. അത് അരിക്കൊമ്പൻ ദൗത്യത്തിന് വേണ്ടി പണിതതായിരുന്നു. അരിക്കൊമ്പനെ എത്തിച്ചാൽ പാർപ്പിക്കാൻ വേണ്ടി പണിത കൂടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ ബലപരിശോധനയൊക്കെ നടത്തിയതാണ്. ആ പരിശോധനയിൽ അതിന് ഒരു ആനയെ ഇനി താങ്ങാനുള്ള ഒരു ശേഷിയില്ല എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റി പുതിയ മരത്തടികളൊക്കെ ഉപയോഗിച്ച് നല്ല ശക്തിയോടുകൂടി തന്നെ, നല്ല ബലത്തിൽ തന്നെ പണിത കൂടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കൂടിന് വേണ്ടി ഉപയോഗിച്ച മരക്കഷ്ണങ്ങളെല്ലാം, മരത്തടികളെല്ലാം അതിന് പിന്നിലായി ഉപേക്ഷിച്ചിട്ടുമുണ്ട്. ഇതുവഴിയായിരിക്കും ആനയെ കൊണ്ടുവന്ന് ഈ കൂടിനുള്ളിൽ ആക്കുക. അതിനുശേഷം ഇതിൻ്റെ ചികിത്സാ നടപടികളടക്കം ഇവിടെ നിന്നായിരിക്കും നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഏകദേശം അപ്പം അവിടെ നിന്ന് അതിൻ്റെ കൊണ്ടുവരിക, അതിനുശേഷം ഏകദേശം ഒരു 1 അല്ലെങ്കിൽ പരമാവധി 2 മണിക്കൂർ മാത്രമായിരിക്കും ഇവിടേക്കുള്ള യാത്ര. ആനയുടെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ചാകും യാത്രയുടെ വേഗം അവർ തീരുമാനിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അവിടെ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ യാത്ര പുറപ്പെട്ട 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താൻ സാധിക്കും. ഇവിടെ മറ്റെല്ലാ നടപടികളും പൂർത്തിയായിട്ടുമുണ്ട്. ഉന്മേഷ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് കോടനാട് നിന്ന്.